നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോഡിൽ ഹൈവേയിൽ നിറച്ച് കല്ല്. ആ കല്ല് വീണിട്ട് ഞാൻ നമ്മുടെ മുഹമ്മദ് റിയാസിനോട് ഒരു നിനക്ക് പറ്റൂലെങ്കിൽ ഇറങ്ങിപ്പോടാ നായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ നായി എന്ന് വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. നമ്മളൊരാളെ കുറിച്ചിട്ടും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എൻ്റെ വീഡിയോ ആകെ കൂടി ഒരു 10-100 ആൾക്കാരെ കണ്ടിരുന്നുള്ളൂ. ഇത്ര കണ്ട് ഇതൊന്നും അത് വൈറലാവുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ വിളിച്ചതിൽ അണികൾക്ക് അതിയായ വിഷമമുണ്ടെന്നറിയാം. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും ഒരു മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ അതിൽ എന്നെ പാർട്ടിക്കാർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, നിന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ കുറേ വീഡിയോ വന്ന്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനൊരു നാട്ടുംപുറത്തുകാരനാണ്. നമ്മൾ നമ്മുടെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നാട്ടുംപുറത്ത് എല്ലാവരുമായിട്ടൊക്കെ കൂടിക്കഴിഞ്ഞിട്ട് സംസാരത്തിനിടയിൽ വരണ ചെറിയൊരു വാക്കാണ് ഈ നായി എന്നുള്ള. അല്ലാണ്ട് ഇത് വലിയ തെറ്റാണ്. നിങ്ങളുടെ മണി പറഞ്ഞ അത്ര എന്താ പറയുക, സംസ്കാരമുള്ള മണി പറഞ്ഞ അത്രയും വലിയ തെറ്റാണ് അതൊന്നും എനിക്കറിയില്ല. പിന്നെ വേറെ നിങ്ങളുടെ കുറേ ആൾക്കാരൊക്കെ പലരെയും പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത്രയും വലിയ തെറ്റാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ അന്തങ്ങളോട് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മടുത്ത്, ഞാൻ കമൻറ്റിന് മറുപടി അയച്ചയച്ച് മടുത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു വീഡിയോ ഇട്ട് വരികയാണ്. നിങ്ങൾക്ക് തന്നെ കാണാതെ ഇതിനകത്തൊക്കെ ഞാൻ ഇട്ട് തരാം. എന്തെന്തൊക്കെ തെറികളാണ് വിളിക്കണം തന്തയ്ക്കും തള്ളയ്ക്കും. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുണ്ടായ സംഭവം പലർക്കും ഈ സംഭവം മനസ്സിലായില്ല. എൻ്റെ മുൻ വീഡിയോകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ടർ അതോറിറ്റിക്കാർ 2 സൈഡും കുത്തിപ്പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി ഇതുവരെ തിരിഞ്ഞു പോലും നോക്കണില്ല. ഇത് മന്ത്രിയോടല്ലാണ്ട് പിന്നെ എൻ്റെ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റുമോ? പലരും പറയുന്നുണ്ട് മന്ത്രി എന്ത് ചെയ്യാനാടാ, മന്ത്രിനെ റീൽസ് ഇടാൻ വേണ്ടിയിട്ടല്ല മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇടപെട്ടിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെയ്യണം. അല്ലാണ്ട് കുറേ റീൽസ് ഇട്ടിട്ട് ആള് കളിക്കാൻ വേണ്ടിയിട്ടല്ല മന്ത്രിനെ മന്ത്രിയാക്കിയിരിക്കുന്നത്. അപ്പം ഈ അന്തങ്ങളോട് ഇപ്പം എന്നെ കൊങ്ങിയാക്കിയിരിക്കുകയാണ്. നാളെ എന്നെ സംഖ്യയാക്കും, അതിൻ്റെ അപ്പുറത്ത് മൂരിയാക്കും, അങ്ങനെ പലരും ആക്കും. എന്തായാലും ഇമാതിരി അന്തങ്ങളോട് ഇതിൻ്റെ നിജസ്ഥിതി ഇതാണ് സംഭവം. മഴവെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ആ പാവം സെക്യൂരിറ്റിക്കാരും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടാണ്, അവിടുത്തെ കുറേ പാർട്ടിക്കാരൊക്കെ ഉണ്ട് പാവങ്ങൾ, അതുങ്ങളൊക്കെ കൂടിയിട്ടാണ് അത് വൃത്തിയാക്കാറ്. ഒരു പ്രാവശ്യം എന്താ മറ്റേ ഫയർഫോഴ്സുകാരൊക്കെ വന്നിട്ട് ഒക്കെ ശരിയാക്കി. ഏടോ ഇതിനും മാത്രം തെറ്റ് നിന്നോടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു? അല്ല എന്ത് ചെയ്ത്? ഈ അന്തങ്ങൾ ദേ കണ്ട കമൻറ്റുകൾ കണ്ട, അന്ന് നിന്നെ പാർട്ടി സ്കെച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് മച്ചാമാരെ, സ്കെച്ച് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരനായിട്ട് തന്നെ ഈ നാട്ടിൽ ജീവിക്കും. ഞാൻ ഈ എടപ്പാളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സ്കെച്ച് ചെയ്തിട്ട് മാഷാള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എടപ്പാളുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയണത്, ഭയങ്കര മികച്ച റോഡുകളാണെന്നൊക്കെ പറയണത്. എടാ അത് പൊട്ടന്മാരെ നാഷണൽ ഹൈവേ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെയാണ് മികച്ച റോഡുകൾ ഉണ്ടായിരിക്കാം? പല സ്ഥലത്ത് ഇതേ ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് മലപ്പുറത്ത് പല ഭാഗങ്ങളും. ഇനിയിപ്പോൾ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ നല്ല റോഡ് ഇല്ല എന്നല്ല പറഞ്ഞത്, ഈ പൊളിഞ്ഞതിന് പരിഹാരം കണ്ടുതാ. അതിന് വേണ്ടിയിട്ടല്ല, റീലുണ്ടാക്കാനല്ല മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് റിയാസിനെ. റീലിട്ട് കണ്ട റോഡിനൊക്കെ നല്ല റോഡ് കാണുമ്പോൾ അവിടെ പോയി ഫോട്ടോ എടുത്ത് റീലിടാനല്ല മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയിരിക്കുന്നത്. അതൊക്കെ ശരിയാക്കിക്കാനാണ്. പിന്നെ ഞാൻ ഇതിലും മികച്ച ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അവർ നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ ഉദ്ദേശിച്ചവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇയാൾക്ക് വോട്ട്, അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയ മന്ത്രി റിയാസ് ജയിച്ചു കാണും. ജയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. റിയാസ് ജയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആക്കി കാണും എന്ന് വെച്ചിട്ട് എനിക്ക് വിമർശിക്കാൻ പാടില്ല, എനിക്ക് ഒന്നും പറയാൻ പാടില്ല, അതൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനിയും കാണിക്കും. ഇനിയും തെറ്റ് കണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വെറും തോണ്ടിയിരിക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയ. എന്ത് തെറ്റ് കണ്ടാലും, ഒരു നാട്ടിൽ എന്ത് തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കാനും അതിന് കാണേണ്ടവർ കാണിപ്പിക്കാനും. അവർ ചിലപ്പോൾ നീയൊക്കെ പറഞ്ഞില്ലേ റിയാസിന് ഇതാണ് ആ പണി, റോഡിൽ നടന്നിട്ട് പിന്നെ എന്താണ് റിയാസിന് പണി? റീൽസ് ഇടില്ല, അതാണ് റിയാസിൻ്റെ പണി. അപ്പം അന്തങ്ങളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങ്. നിങ്ങൾക്ക് മറുപടി തന്നതൊന്നും മടുത്തിട്ട് വയ്യാണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമാതിരി കമൻ്റൊക്കെ ഇടണവന്മാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഈ എടപ്പാൾ തന്നെ ഉണ്ടാവും.
നിങ്ങൾക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക, എന്നെ അവിടെ കൊല്ലാൻ പറ്റുകയാണെങ്കിലും സന്തോഷത്തോടെ. കാര്യം നമ്മളൊന്നും ഒരു രൂപ സമ്പാദിച്ച് വെക്കാത്ത ആൾക്കാരാണ്. നമുക്കൊന്നും ഒരു വിഷയമില്ലടാ. ഇന്നല്ലെങ്കിൽ ഇപ്പം നീയൊക്കെ വന്ന് കൊല്ലുകയാണെന്നുണ്ടെങ്കിലും സ്കെച്ച് ഇട്ടവന്മാർ വന്ന് കൊല്ലുകയാണെങ്കിലും നമുക്കങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല കുട്ടന്മാരെ, കമ്മിക്കുട്ടന്മാരെ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെയ്തോ. നാളെ എന്നെ ഇപ്പം ഇന്ന് സപ്പോർട്ട് ചെയ്യണ മറ്റേ സംഖ്യകളും അതുപോലെ തന്നെ കൊങ്ങികളൊക്കെ ചിലപ്പോൾ നാളെ എന്നെ തിരിച്ച് കമ്മിയാക്കാനും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ വേലയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചോ. ഇതൊന്നും കണ്ട് പേടിക്കണവരല്ല ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ പേടിച്ച് നീയൊക്കെ അങ്ങോട്ട് ഒതുക്കിയിരുത്താ. ഇനി മേലെ ഇവൻ വായ തുറക്കാൻ പാടില്ല, ഇനി മേലെ ഇവൻ ഫോണും പിടിച്ചിട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവിടെ അയ്യോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ. പള്ളി, അമ്പലം ഇതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധാണല്ല, അതൊക്കെ തെറ്റാണല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് പോയി പറഞ്ഞു. നമ്മളോടൊന്നും പറയാൻ നിൽക്കല്ലേ മച്ചാന്മാരെ. ഇത് സൈ കെട്ടിട്ട് മടുത്തിട്ട് ഇത് കണ്ട വിരലിൻ്റെ തുമ്പ് എഴുതി 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 വയ്യാണ്ടായി. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പലരും ജയിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളൊക്കെ നല്ല മികച്ച മന്ത്രിയാക്കി ഇരുത്തിയിട്ടുണ്ടാവാം. ഇവിടെ നാട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടണം. അതല്ലാണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല. കുറേ പേര് പറയണ്ടായിരുന്നു അതൊക്കെ മറ്റേ എന്താ വാട്ടർ അതോറിറ്റിക്കാരല്ലേ എന്ന്. ഈ വാട്ടർ അതോറിറ്റിക്കാരാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞ് ശരിയായിക്കണമെന്നേ. അതല്ലാണ്ട് നീയൊക്കെ കിടന്ന് ന്യായീകരിച്ച് മെഴുകി ഇങ്ങനെ നാറല്ലേടാ. ഒന്നല്ലെങ്കിൽ നമ്മുടെ കേരളമല്ലേ ഇത്, വേറെ എല്ലാ സംസ്ഥാനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വയ്ക്കുക. ഇത് കേരളമല്ലേ മച്ചാനെ. അപ്പോൾ ഒന്ന് അടങ്ങ് കമ്മികളെ, അടങ്ങ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.